everyone, this is D Sonapid Campus and നിങ്ങളുടെ മലയാളം ടീച്ചർ അക്ഷയ അജേഷ്. സോ വെൽക്കം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് MS യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് 4th സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ മലയാളം പേപ്പറിലെ 4ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. മോഡേൺ മീഡിയ എന്ന് പറയുന്നൊരു യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് മോഡേൺ മീഡിയ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് പറയുന്നതാണ് എഡിറ്റിംഗ് ടൂളുകളെ കുറിച്ചിട്ടാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് യൂണിക്കോഡ്. മൂന്നാമത് പറയുന്നതാണ് ഫോണ്ടുകൾ. നാലാമത് പറയുന്നത് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ടൂൾസ്. അഞ്ചാമത് പറയുന്നത് ഇമേജ് ഫോർമാറ്റുകളെ കുറിച്ചിട്ടാണ്. അങ്ങനെ 5 ടോപ്പിക്കുകളാണ് നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ് എഡിറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ ഉള്ളടക്കത്തെ തിരുത്താൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ ആവട്ടെ, വീഡിയോ ആവട്ടെ, ഒരു ടെക്സ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ആവാം, ഒരു ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു PDF ആവാം, എന്തും ആവാം. അത്തരത്തിലൊരു ഡിജിറ്റൽ ഉള്ളടക്കത്തെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മെറ്റീരിയലിനെ തിരുത്താൻ, അതിലുള്ള അക്ഷരങ്ങൾ തിരുത്താൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്യാൻ, ചിലത് നമ്മൾ എടുത്തത് കട്ട് ചെയ്ത് കളയാനൊക്കെ നമ്മൾ എഡിറ്റിംഗ് അല്ലെങ്കിൽ തിരുത്താൻ ഉപയോഗിക്കുന്ന ടൂളുകളെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡിറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് അതൊരു സ്ട്രക്ചർ ആവുന്നത്, ഒന്നും കൂടെ ഭംഗിയാവുന്നത്, ഒന്നും കൂടെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്, ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനകത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മളൊരു സിനിമ ഷൂട്ടിംഗ് കാണുന്ന പോലെയല്ല നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് അല്ലേ. അത് ആ എഡിറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൂടിയാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിജിറ്റൽ മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മെറ്റീരിയലുകളിലൊക്കെ എന്താണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഉള്ളടക്കത്തെ തിരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് അല്ലെങ്കിൽ ടൂളുകളെയാണ് എഡിറ്റിംഗ് ടൂൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതൊരു ടെക്സ്റ്റ് ആവാം, ഒരു ചിത്രമാകാം, ഒരു വീഡിയോ ആകാം, എന്തും ആവാം, എന്നിവയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എഡിറ്റിംഗ് ടൂളുകൾ എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഇപ്പോൾ നമുക്കൊരു കാര്യം പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പബ്ലിക്കേഷനിലും എന്താണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന കാര്യം വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി ഭംഗിയാക്കി സ്ട്രക്ചർ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ, ഒരു ഡിജിറ്റൽ മെറ്റീരിയലിൻ്റെ പബ്ലിക്കേഷനിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, എഡിറ്റിങ്ങിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് വളരെ വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ടൂളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഉള്ളടക്കത്തെ തിരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ടൂളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡിറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അതിൽ ടെക്സ്റ്റ് ആവാം, ഒരു ചിത്രമാകാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആവാം, എന്തും ആകാം കേട്ടോ. ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യത്തിൻ്റെ പബ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മളൊരു നമുക്ക് പബ്ലിക്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം, ഒരു ഫോട്ടോ ആവട്ടെ, വീഡിയോ ആവട്ടെ, ടെക്സ്റ്റ് ആവട്ടെ, സിനിമ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ പബ്ലിക്കേഷൻ ആവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നമ്മളത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി ഭംഗിയാക്കി സ്ട്രക്ചർ ആക്കിയിട്ടാണ് നമ്മളത് പബ്ലിഷ് ചെയ്യുക അല്ലേ. അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നതാണ് യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിക്കോഡിൻ്റെ ഉപകാരം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഭാഷകൾ ഒരു സ്റ്റാൻഡേർഡ് കോഡിങ് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഭാഷകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് കോഡിങ് ഏർപ്പെടുത്തുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്, യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മലയാളം ഉൾപ്പെടെ എല്ലാ ഭാഷകളും ഒരേ രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പബ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് എന്ത് പറയുന്നത്, യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, എൻ്റെ കയ്യിൽ ഒരു PDF ഉണ്ടെന്ന് വിചാരിക്കൂ. ഞാനത് ആ PDF നിങ്ങൾ കോപ്പി ചെയ്ത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഏതെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു PDF-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്സിലൊക്കെ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് വേറെ ടെക്സ്റ്റ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഒരു യൂണിക്കോഡ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം ആ നമ്മൾ കൊടുത്ത ഫോണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആപ്പിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സോഫ്റ്റ്വെയറിൽ എന്തായിരിക്കും, ആ ടെക്സ്റ്റുകൾ എൻ്റയർ ഡിഫറൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതോട് കൂടിയിട്ട് എല്ലാ ഭാഷകൾക്കും ഒരേ കോഡിംഗ് ആയിട്ട്
വന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏത് ഭാഷയിലും അത് നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏത് ഭാഷയിലുള്ള ടെക്സ്റ്റ് എടുത്താലും അതേ ഭാഷയിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോഡിംഗ് സിസ്റ്റം അവിടെ വന്നു എന്നാണ് പറയുന്നത്. അത് മലയാളം എല്ലാം ഉൾപ്പെടുന്ന ഒരു കോഡിംഗ് സിസ്റ്റം ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിലൂടെ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഡിജിറ്റൽ വായനയും എഴുത്തും ഒക്കെ കൂടുതൽ എന്താണ് എളുപ്പമാകാൻ തുടങ്ങി. ഇപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു ഭാഷ എന്ന് വിചാരിക്കുക. ഇപ്പം ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളത് കോപ്പി ചെയ്തിട്ട് നമ്മുടേതായ രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ കിട്ടണം അല്ലേ. പക്ഷേ എന്താണ് സംഭവിച്ചത്, അത് ഈ യൂണിക്കോഡ് ഇല്ലാതിരുന്ന സമയത്ത് എന്തായിരുന്നു വെച്ചാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഡിജിറ്റൽ വായനകളോ ഡിജിറ്റൽ എഴുത്തുകളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിക്കോഡ് വന്നതിന് ശേഷം എന്താ ഉണ്ടായത്, ഡിജിറ്റൽ വായനകളും ഡിജിറ്റൽ എഴുത്തുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തത് പറയുന്നതാണ് ഫോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ രീതി ഉണ്ട് അല്ലേ. ഓരോ അക്ഷരങ്ങളും ഇപ്പോൾ നമ്മൾ ചെരിച്ചെഴുതുന്നത്, നേരെ എഴുതുന്നത്, ഒരു സൈഡിലേക്ക് ചെരിച്ചെഴുതുന്നത്, ഇൻവേർട്ടഡ് കോമയിലിട്ട് എഴുതുന്നത്, ഇറ്റാലിയനിൽ എഴുതുന്നത് അല്ലെ, ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ഫോണ്ടുകൾ ഉണ്ട് അല്ലേ. അപ്പൊ അക്ഷരങ്ങളുടെ രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നത്, ഫോണ്ട് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, അക്ഷരങ്ങളെ രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോണ്ടുകൾ വിവിധ ഉപകരണങ്ങൾ പോലെ പ്രവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ യൂണിക്കോഡിലെ ഫോണ്ടുകൾ എന്താണ് പലതരത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ലാപ്പ് ഉപയോഗിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഫോണ്ടുകൾ ഉണ്ട് നമുക്ക് അല്ലേ. പലതരത്തിലുള്ള ഇപ്പോൾ ടൈംസ് ന്യൂ റോമൻ പോലെ, ഏരിയൽ പോലെ, മഞ്ചരി പോലെ, ഇത്തരത്തിൽ പലതരത്തിലുള്ള ഫോണ്ടുകൾ ഉണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ അക്ഷരങ്ങളുടെ രൂപകൽപ്പനയാണ് എന്ത് പറയുന്നത്, ഫോണ്ടുകൾ എന്ന് പറയുന്നത്. then അടുത്തത് പറയുന്നതാണ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ടൂൾസ്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ത്, നമ്മളിപ്പോൾ 10th പഠിക്കുന്ന സമയത്ത് ഈ IT ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഡ്രോയിങ് ടൂൾസുകളെ കുറിച്ചിട്ടും പെയിൻറ്റിങ് ടൂൾസുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രരചനയ്ക്കും ആ ചിത്രങ്ങളെ ഡിസൈൻ ചെയ്യുന്നതിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ടൂൾസ് എന്ന് പറയുന്നത്. ഇതൊരു ഡിജിറ്റൽ ആർട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എന്താ പറയുന്നത് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ട് പെയിൻറ് ചെയ്യാം, ഡിജിറ്റലായിട്ട് ചിത്രം വരയ്ക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് സഹായിക്കുന്നത്, ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്, ഡിജിറ്റൽ ആർട്ട് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ടൂളുകളാണ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ടൂൾസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചിത്രങ്ങൾ വരയ്ക്കാം, അത് ഡിസൈൻ ചെയ്യാം, അത് പെയിൻറ് കൊടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. then അടുത്തത് പറയുന്നതാണ് ഇമേജ് ഫോർമാറ്റുകൾ. ഇപ്പം നമുക്ക് ഒരു ഇമേജ് അയക്കണം എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നമുക്ക് വാട്സപ്പിൽ തന്നെ പലതരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ട് നമുക്കൊരു ഇമേജ് ഷെയർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഇമേജ് ഷെയറിംഗ് ഫോർമാറ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് JPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെറിയ ഫയൽ സൈസ് ആയിരിക്കും, MB കുറവായിരിക്കും, ഫോട്ടോകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോർമാറ്റാണ് എന്ത് പറയുന്നത്, JPG എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫോട്ടോ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിട്ട് അയക്കുക, JPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും, പക്ഷേ ഫോട്ടോകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതായിരിക്കും JPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. PNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉയർന്ന ഗുണമേന്മയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി പിക്ചർ ആയിരിക്കും, ഹൈ ക്വാളിറ്റിയിലായിരിക്കും പിക്ചർ ഉണ്ടായിരിക്കുക. ഇമേജ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക, നല്ല ക്വാളിറ്റി ഉള്ള പിക്ചർ ആയിരിക്കും എന്നാണ് പറയുന്നത്. then അതുപോലെ തന്നെ ജിഫ് ആനിമേഷൻ ഉണ്ടാവും അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു ആനിമേഷൻ പോലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ജിഫ് ആനിമേഷൻ ഒക്കെ അല്ലേ. അതുപോലെ തന്നെ ഇമേജ് XMP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സംഭരണ ഫോർമാറ്റുകളാണ് എന്ത് പറയുന്നത്, XMP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇമേജ് ഫോർമാറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, JPG, PNG, ജിഫ്, അതുപോലെ തന്നെ XMP എന്ന പോലെ ഇത്തരത്തിലുള്ള 4 ഫോർമാറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മോഡേൺ മീഡിയ എന്ന് പറയുന്ന യൂണിറ്റിലെ എഡിറ്റിംഗ് ടൂൾസുകളെ കുറിച്ചിട്ട് പഠിച്ചു. എന്താണ് എഡിറ്റിംഗ് ടൂൾസുകൾ എന്നുള്ള കാര്യം പഠിച്ചു അല്ലേ. ഡിജിറ്റൽ മെറ്റീരിയലുകളിൽ തിരുത്തൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ തിരുത്താൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്, എഡിറ്റിംഗ് ടൂളുകൾ എന്ന് പറയുന്നത്. ഇതെന്താണ് സഹായിക്കുന്നത്, ടെക്സ്റ്റുകൾ, വീഡിയോകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, ഇതിലൊക്കെ തിരുത്തലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബുക്കിൻ്റെ പബ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ പബ്ലിക്കേഷന് സഹായിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അടുത്ത
പറഞ്ഞത് യൂണിക്കോഡ് എന്താണെന്ന് പഠിച്ചു. യൂണിക്കോഡ് എന്താണ്? ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും ഒരു കോഡിംഗ് സംവിധാനം ഉണ്ടാവുന്നതാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് എന്താണ് ഡിജിറ്റൽ വായനയും എഴുത്തും ഒക്കെ വലുതാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അടുത്തത് പറഞ്ഞതായിരുന്നു ഫോണ്ടുകൾ. ഫോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങളെ രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ഫോണ്ടുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫോണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ടൂൾസ് ആണ് അടുത്തത് പഠിച്ചത്. അതെന്താണ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിജിറ്റലായിട്ട് നമുക്ക് ചിത്രം വരയ്ക്കാനും പെയിന്റ് കൊടുക്കാനും ഒരു ഡിജിറ്റൽ ആർട്ടിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ടിനെ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അടുത്തത് പറയുന്നതാണ് ഇമേജ് ഫോർമാറ്റുകൾ. എന്തൊക്കെയാണ്? JPG, PNG, അതുപോലെ തന്നെ ജിഫ്, അതുപോലെ തന്നെ XMP, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമ്മുടെ ഇമേജ് ഫോർമാറ്റുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.